എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഇന്നത്തെ ദിവസം വളരെ അനുഗ്രഹപ്രദമായിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നലെ ഗ്രഹണമായിരുന്നു. നമ്മളതിനെക്കുറിച്ച് ഇന്നലെ പറഞ്ഞിരുന്നു. അപ്പോൾ ഗ്രഹണം ബാധിക്കുന്ന രാശിക്കാരൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ശരിക്കും പറഞ്ഞാൽ ചിങ്ങം, കന്നി, മീനം രാശിക്കാർക്ക് ഈ ഗ്രഹണം ചില ദോഷങ്ങൾ വരുത്തുന്നതാണ്. അത് വളരെയധികം ദോഷമുണ്ടെന്ന് ഭയക്കേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ ജാതകം അനുസരിച്ചും നമ്മുടെ ഇപ്പോഴത്തെ ചാരഫലം അനുസരിച്ചുമൊക്കെ അത് വ്യത്യാസപ്പെടും. എന്നാലും ചെറിയ ധനനഷ്ടത്തിനോ സാമ്പത്തിക ക്ലേശത്തിനോ ഒക്കെ സാധ്യതയുള്ള ഒരു ഗ്രഹണമാണ് ഈ ചിങ്ങം, കന്നി, മീനം രാശിക്കാർക്ക്. നമുക്ക് ഈശ്വര പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ദിവസം ആരംഭിക്കാം. ആദ്യമായി നമുക്ക് ഇന്നത്തെ ദിവസം എന്താണെന്ന് പരിശോധിക്കാം. 1201 ആണ്ട് കുംഭമാസം 20-ാം തീയതിയാണ്. 4/3/2026 ബുധനാഴ്ച. പൊങ്കാലയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ക്ഷീണിച്ചിരിക്കുകയാണ് അല്ലേ? എന്നാലും നമുക്ക് ഇന്നത്തെ ദിവസം ഒന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യമായി നമുക്ക് പതുപോലെ മേടക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തികകാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുകൂലമായ ചില അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. പുതിയ പ്രോജക്റ്റുകൾ ആഗ്രഹിക്കുന്നവർക്ക് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ നമ്മുടെ IT ഫീൽഡിൽ ജോലി ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം പുതിയ പ്രോജക്റ്റുകൾ, പ്രൊമോഷനുകൾ അല്ലെങ്കിൽ ഓൺസൈറ്റ് ഇൻവിറ്റേഷനൊക്കെ കിട്ടാൻ സാധ്യതയുള്ള ദിവസമാണ്. പ്രൊമോഷനുകൾക്ക് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുന്ന ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം വളരെയധികം അനുകൂലമായൊരു ദിവസമായിട്ടാണ് കാണുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വിദ്യാർത്ഥികൾക്കും ഇന്നത്തെ ദിവസം വളരെയധികം സന്തോഷകരമായ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പരീക്ഷാ വിജയം ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസമാണ്. ഇൻ്റർവ്യൂമൊക്കെ അറ്റൻഡ് ചെയ്യുന്നവർക്ക് അനുകൂലമായ ദിവസമാണ്. എന്നാൽ ശാരീരിക ക്ലേശങ്ങൾക്കും ഒഴിവാക്കാൻ പറ്റാത്ത ചില ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യത കാണുന്നു. വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. ഉദരസംബന്ധമായ അസുഖങ്ങൾ പിടിപെടാം. വീഴ്ച, ഒടിവ്, ചതവ്, മുറിവൊക്കെ ഉണ്ടാവാം. വലിയ മുറിവുകൾ ഉണ്ടാകാനും ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമായതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മുൻപോട്ട് പോവുക. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുകൂലമായ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധ്യതയുള്ള ദിവസമാണ്. പ്രത്യേകിച്ച് വിവാഹാദി കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. ബന്ധുക്കളുമായി കൂടിയാലോചിച്ച പല കാര്യങ്ങളും നിർവഹിക്കുവാനും നിവർത്തിക്കുവാനും ഒക്കെ സാധ്യതയുള്ള ദിവസമാണ്. ഏറ്റവും അനുയോജ്യമായ ചില തീരുമാനങ്ങൾ മൂലം മനസ്സിന് സന്തോഷമുണ്ടാകാൻ സാധ്യതയുള്ള ദിവസമാണ്. സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക്, കടക്കെണിയിൽപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ ആശ്വാസം പകരുമാറ് ഒരു തീരുമാനം ഏതു ഭാഗത്തു നിന്നും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉദ്യോഗസ്ഥരിൽ നിന്ന് അല്ലെങ്കിൽ മേലധികാരികളിൽ നിന്ന് വിമർശനം കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അംഗീകാരം ലഭിക്കാൻ സാധ്യതയുള്ള ദിവസമായിരിക്കും. IT ഫീൽഡിലുള്ളവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. കലാസാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം അനുകൂലമാണ്. എന്നാൽ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്ക് ചില തടസ്സങ്ങളും സാങ്കേതിക വിദ്യകളുടെ തകരാറ് മൂലം ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. രൂക്ഷമായ വിമർശനത്തിന് സാധ്യത കാണുന്ന രാഷ്ട്രീയക്കാർക്ക് വളരെ ശ്രദ്ധിക്കുക. അതേപോലെ ആരോഗ്യ മേഖലയിലും ഇതുപോലെയുള്ള സംഘർഷങ്ങളും കൃത്യനിർവഹണത്തിലുള്ള പിഴവ് മൂലം ചില ബുദ്ധിമുട്ടുകളുമൊക്കെ നേരിടാൻ സാധ്യതയുണ്ട്. ഔദ്യോഗിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ ദിവസമായിരിക്കും ഇന്ന്. കലാകായിക രംഗത്ത്, അതായത് നർത്തകർ അല്ലെങ്കിൽ ഗായകർ ഒക്കെ പുതിയ അവസരങ്ങൾ ലഭിക്കുവാനായിട്ട് സാധ്യതയുള്ളൊരു ദിവസമാണ് ഇന്ന്. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർതം, മുക്കാല്. ഈ കൂറുകാർക്ക് വളരെ വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങൾ ഉണ്ടാകുന്നൊരു ദിവസമായിരിക്കും ഇന്ന്. പുതിയ പങ്കാളിയെ ലഭിക്കുവാൻ സാധ്യതയുള്ള ദിവസമാണ്. പങ്കാളിക്ക് ചില അഭിവൃദ്ധി വരുന്നത് കണ്ട്, സാമ്പത്തികമായ ഉയർച്ച വരുന്നത് കണ്ട് സന്തോഷം അനുഭവിക്കുവാനും സാധ്യതയുണ്ട്. മുതിർന്ന ആളുകളിൽ നിന്ന് സമ്മാനങ്ങൾ ലഭിക്കുവാനും അംഗീകാരം ലഭിക്കുവാനും ഒക്കെ സാധ്യതയുള്ള ദിവസമായിരിക്കും. ആരോഗ്യസ്ഥിതിയിൽ മെച്ചപ്പെട്ട മാറ്റങ്ങൾ വരാൻ സാധ്യതയുള്ള ദിവസമാണ്. സന്താനങ്ങളെ കൊണ്ട് അഭിവൃദ്ധി ഉണ്ടാകുവാനും സന്താനങ്ങളുടെ ഉയർച്ചയിൽ അഭിമാനം കൊള്ളുവാനും ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. ആരോഗ്യസ്ഥിതിയിൽ വരുന്ന അനുകൂലമായ മാറ്റം കൊണ്ട് മനസ്സന്തോഷമുണ്ടാകാൻ സാധ്യതയുണ്ട്. മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിട്ട് കാണുന്നു. വാർദ്ധക്യ സഹജമായ അസുഖം മൂലം വിഷമിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും.
കിടപ്പ് രോഗികൾക്ക് വളരെ വ്യത്യസ്തമായ ചില മാറ്റങ്ങൾ വരുന്ന ദിവസമാണ് ഇന്ന്. പുതിയ ചികിത്സാരീതികൾ കണ്ടെത്തുവാനും സാധ്യത കാണുന്നു. യുവാക്കൾ വളരെ ശ്രദ്ധിക്കുക. വാഹനം ഓടിക്കുമ്പോൾ എല്ലാ മുൻകരുതലുകളും എടുത്തിട്ട് വേണം യാത്ര ചെയ്യാൻ. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദങ്കാല, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ആരോഗ്യസ്ഥിതിയിൽ മെച്ചപ്പെട്ട ഒരു മാറ്റങ്ങൾ വരുന്ന ദിവസമായിരിക്കും. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ സ്ഥലമാറ്റമോ ശാരീരികമായ ആരോഗ്യത്തിന് വരുന്ന അനുകൂലമായ മാറ്റങ്ങളോ ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. അതേപോലെ വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ അനുഭവിക്കുന്നവർക്ക് ചില മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. ഗ്രഹ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ വീട്ടമ്മമാർക്കോ ഒക്കെ ഇന്നത്തെ ദിവസം ചില അപകട സാധ്യത കാണുന്നു. പൊള്ളലോ അല്ലെങ്കിൽ മുറിവോ ചതവോ ഒക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതയുള്ളതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് മുൻപോട്ട് പോവുക. ഈശ്വര പ്രാർത്ഥനയാണ് എല്ലാത്തിനും അടിസ്ഥാനം. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. ദൂരദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക്, വിദേശത്ത് ജോലി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അനുകൂലമായി മറുപടി ലഭിക്കുന്ന ദിവസമാണ്. കാര്യതടസ്സങ്ങളൊക്കെ മാറിക്കിട്ടാൻ സാധ്യതയുണ്ട്. ലോണുകൾ അന്വേഷിക്കുന്നവർക്ക് അത് ലഭിക്കുവാനൊക്കെ സാധ്യതയുണ്ട്. കെട്ടിട നിർമ്മാണം മുടങ്ങിക്കിടക്കുന്നവർക്ക് അത് പുനരുദ്ധരിക്കുവാനായിട്ട് സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്യുന്ന ബന്ധുക്കളോ സുഹൃത്തുക്കളോ വന്നെത്താനും സാധ്യതയുണ്ട്. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുയോജ്യമായ ചില അനുഭവങ്ങൾ ജീവിതത്തിൽ വന്ന് ഭവിക്കുവാൻ സാധ്യതയുണ്ട്. അനുയോജ്യമായ ചില ആലോചനകൾ വരുന്നത് മൂലം വിവാഹത്തിനുള്ള വഴി തെളിയുന്ന ഒരു ദിവസമാണ് ഇന്ന്. അതുകൂടാതെ കമിതാക്കൾക്ക് ഏറ്റവും അനുകൂലമായ ദിവസമാണ്. എന്നാൽ അനാവശ്യമായ ബന്ധങ്ങളിൽ ഏർപ്പെടുന്നവർക്കും മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിവില്ലാത്തവർക്കും ആരോപണങ്ങൾക്കോ വിമർശനങ്ങൾക്കോ പാത്രീഭവിക്കുവാൻ സാധ്യതയുള്ളത് കൂടാതെ പോലീസ് കേസുകൾക്ക് വരെ സാധ്യതയുള്ളൊരു ദിവസമായതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക. മദ്യപാനം ശീലമാക്കിയിട്ടുള്ളവർക്ക് വലിയ ആപത്തുകൾ വരുവാനും അതുപോലെ നിയമപരമായ നടപടികൾ നേരിടേണ്ടതായി വരുവാനും കാണുന്നു. ഇത്തരത്തിലുള്ള സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തെയും മറ്റുള്ളവരുടെ ജീവിതത്തെയും വളരെയധികം നശിപ്പിക്കുമെന്നുള്ളതുകൊണ്ട് ഇത്തരം ബാഡ് ഹാബിറ്റുകൾ മനസ്സ് നിയന്ത്രിച്ച് ഉപേക്ഷിക്കേണ്ടതാണ്. സന്താനങ്ങൾക്ക് വളരെ അഭിവൃദ്ധി വരുന്ന ദിവസമായിരിക്കും. ലോഹനിർമ്മിതമായ വസ്തുക്കൾ കൊണ്ട് കച്ചവടം നടത്തുന്നവർക്ക് ഇന്ന് നഷ്ടമുള്ള ദിവസമാണ്. എന്നാൽ വസ്ത്ര വ്യാപാര മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് തരക്കേടില്ലാത്ത ലാഭം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രം, മുക്കാല, അത്തം, ചിത്തിര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുയോജ്യമായ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനും ആരോഗ്യസ്ഥിതിയിൽ മെച്ചം വരുവാനും ഒക്കെ സാധ്യതയുണ്ടെന്നാൽ കണ്ടകശനി 7-ൽ നിൽക്കുന്നതുകൊണ്ട് ചില ആരോഗ്യ പ്രശ്നങ്ങളും നടുവിന് ക്ഷതമേക്കുവാനും ഒക്കെ സാധ്യതയുണ്ട്. സ്ലിപ്പ് ചെയ്യുന്ന അവസരങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക. അതേപോലെ ബാത്റൂം ഉപയോഗിക്കുമ്പോഴും അതിവേഗത മൂലം വീഴ്ച, ഒടിവ്, ചതവ്, മുറിവൊക്കെ ഉണ്ടാകാൻ സാധ്യത കാണുന്നു. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അതുപോലെ വൈദ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇന്ന് വളരെ അനുകൂലമായ ദിവസമായിരിക്കും. ആരോഗ്യമേഖലയിൽ വളരെയധികം പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം അംഗീകാരമൊക്കെ ലഭിക്കുന്ന ദിവസമായിരിക്കും. പുതിയ സംരംഭങ്ങളുമായി മുമ്പോട്ട് പോകുന്നവർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായ ദിവസമാണ്. സാമ്പത്തിക സഹായം തേടുന്നവർക്ക് അത് ലഭിക്കുവാനും സാധ്യത കാണുന്നു. സിനിമ, കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അതേപോലെ മീഡിയ തുടങ്ങിയ കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം വളരെയധികം അംഗീകാരം ലഭിക്കുവാനും സന്തോഷം ലഭിക്കുവാനും ആത്മസംതൃപ്തിയോടുകൂടി ജോലി ചെയ്യുവാനുമൊക്കെ ഉള്ള സാഹചര്യം തെളിഞ്ഞു കാണുന്നു. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിര, ചോതി, വിശാഖ, മുക്കാല. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ പ്രതീക്ഷകൾ നിറഞ്ഞ ഒരു ദിവസമാണെങ്കിൽ ഉച്ചയ്ക്കോടുകൂടി ചില അപ്രതീക്ഷിതമായ ചില പ്രതികൂല മാറ്റങ്ങൾ വരുന്നതുകൊണ്ട് മനക്ലേശം ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. വിശ്രമജീവിതം നയിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം ആരോഗ്യത്തിൽ വലിയ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ചില വീഴ്ചകളോ ഒടിവുകളോ മുറിവുകളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സർജറിക്ക് ഒരുങ്ങുന്നവർക്ക് തടസ്സം നേരിടാൻ സാധ്യതയുണ്ട്. ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രതികൂലമായ പല പ്രശ്നങ്ങളും നേരിടേണ്ടതായിട്ട് കാണുന്നു. അതുകൂടാതെ വിദ്യാർത്ഥികൾക്ക് പ്രതികൂലമായ ചില സാഹചര്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായി വരുന്നു.
പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കാതിരിക്കുകയോ പരീക്ഷകളിൽ പരാജയം നേരിടുകയൊക്കെ ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. എല്ലാ കാര്യങ്ങളും വിജയകരമായി പൂർത്തിയാക്കാൻ ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ. വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാലാനിടം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം താരതമ്യേന മെച്ചപ്പെട്ട ദിവസമായിരിക്കും. ആരോഗ്യസ്ഥിതിയിൽ നല്ല കാര്യമായ മാറ്റം വരുന്ന ദിവസമാണ്. വളരെയധികം പ്രതീക്ഷിച്ചിരുന്ന പല കാര്യങ്ങളും സബലീകരിക്കുവാൻ സാധ്യതയുള്ള ദിവസമാണ്. എന്നാൽ മുതിർന്ന ആളുകളുമായി കലഹിക്കുകയോ അവരിൽ നിന്ന് ശാപശരങ്ങൾ ഏൽക്കുകയൊക്കെ ചെയ്ത് മനക്ലേശം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അഹങ്കാരം മൂലം ചില പിഴവുകൾ വരാൻ സാധ്യതയുള്ള ദിവസമാണ്. അഹങ്കാരം ഒരിക്കലും നല്ല ഒരു കാര്യമല്ല. വാക്കുകൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുക. ഇന്ന് ഉപയോഗിക്കുന്ന വാക്കുകൾ ഭാവിയെ ബാധിച്ചേക്കാം. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധയോടുകൂടി സംസാരിക്കുകയും കോപം നിയന്ത്രിക്കുകയും കോപം വരുമ്പോൾ മറ്റെന്തിലേക്കും മനസ്സിനെയും ഡീവിയേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്ത് ക്രമീകരിക്കുക. കൂടാതെ ചില സമ്മാനങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. ശാരീരികമായി നിരന്തരമായി ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മൗത്ത് അൾസർ പോലെയുള്ള അസുഖങ്ങൾ, പൈൽസ് തുടങ്ങിയ അസുഖങ്ങളൊക്കെ അധികരിക്കാൻ സാധ്യതയുള്ള ദിവസമാണ് ഇന്ന്. ഉദരസംബന്ധമായ അസ്വസ്ഥതകൾക്ക് സാധ്യതയുണ്ട്. ബ്ലഡ് പ്രഷർ ഉള്ളവർക്ക് അത് അധികരിക്കുവാനും സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോവുക. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാലം. ഈ കൂട്ടർക്ക് 4-ൽ കണ്ടകശനി നിൽക്കുന്നതുകൊണ്ട് വാഹനങ്ങൾക്ക് അപകടം സംഭവിക്കുവാനോ അല്ലെങ്കിൽ വാഹനങ്ങൾക്ക് റിപ്പയർ വരുവാനോ ഒക്കെ സാധ്യതയുള്ള ദിവസമാണ്. യുവാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഹെൽമറ്റ് ഉപയോഗിക്കാൻ മറക്കാതിരിക്കുക. സീറ്റ് ബെൽറ്റ് ഇടാതെ യാത്ര ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ വാഹനവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന എല്ലാവർക്കും വളരെ മോശപ്പെട്ട അനുഭവങ്ങളാണ് കാണുന്നത്. അതുപോലെ മാതാവിന് അസുഖം ബാധിക്കുകയോ മാതാവിൻ്റെ ആരോഗ്യത്തിൽ വളരെയധികം പ്രശ്നങ്ങളുണ്ടാകുകയോ ഒക്കെ ചെയ്യുന്ന ഒരു ദിവസമാണ്. കഫക്കെട്ട് അല്ലെങ്കിൽ ന്യൂമോണിയ ഒക്കെ ആരംഭിക്കുവാനും സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. ഇന്ന് തണുപ്പുള്ള സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കുക. പകർച്ചവ്യാധികളുള്ളിടത്ത് സന്ദർശിക്കാതിരിക്കുക. മുൻകരുതലുകൾ എടുക്കുക. മാസ്ക് ധരിച്ചുകൊണ്ട് മാത്രം രോഗികളെയൊക്കെ സന്ദർശിക്കുകയൊക്കെ ചെയ്യുക. ഉറ്റ ബന്ധുക്കളിൽ ചിലർക്ക് ചില ആപത്തുകൾ വരുവാനായിട്ട് സാധ്യത കാണുന്നു. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം പുതിയ പ്രതീക്ഷകളുണ്ടാവുകയും ഔദ്യോഗിക രംഗത്ത് മാറ്റങ്ങൾ വരികയും അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്ക് പ്രതികൂലമായ സാഹചര്യങ്ങൾ മാറിക്കിട്ടുകയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. യാത്രയിലുണ്ടായിരുന്ന തടസ്സവും മാറിക്കിട്ടുന്നതായിട്ട് കാണുന്നു. ഉച്ചയ്ക്ക് ശേഷം നല്ല കാര്യങ്ങൾ ചെയ്യുവാനും സാധ്യതയുണ്ട്. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ദോഷാധിക്യമാണ് കാണുന്നത്. കലഹത്തിന് സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. ആരോഗ്യസ്ഥിതിയിൽ മെച്ചപ്പെട്ട മാറ്റങ്ങൾ വരുന്നുണ്ട് എങ്കിലും പുതിയ ചില അസുഖങ്ങൾ പ്രത്യക്ഷപ്പെടാനും ഇതിൽ ഉത്രാടം നക്ഷത്രക്കാർക്ക് സാധ്യതയുണ്ട്. മനസ്സ് വൃഥാ ക്ലേശിക്കുവാനും മരിച്ചുപോയവരെക്കുറിച്ചുള്ള ഓർമ്മകൾ അലട്ടുന്നതായുമൊക്കെ ഒരു അനുഭവം ഉണ്ടാകുന്ന ഒരു ചെറിയ ബ്ലാക്ക് ഡേ ആണ് ഇന്ന്. ഉത്രാടം നക്ഷത്രക്കാർക്ക് സ്വപ്നങ്ങൾ ഉണ്ടാവുകയും ഭയപ്പെടുകയും ഉറക്കം ശല്യപ്പെടുത്തുകയൊക്കെ ചെയ്യും. ഏറ്റവും നല്ല മാർഗം രാത്രി സന്ധ്യാസമയത്ത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. സന്ധ്യാകീർത്തനങ്ങൾ ജപിക്കുക, സന്ധ്യാ പ്രാർത്ഥന മുടക്കാതിരിക്കുകയൊക്കെ ചെയ്യേണ്ടതാണ്. അതുപോലെ ഉറക്കത്തിന് അനുകൂലമായ നല്ല മന്ത്രങ്ങളെല്ലാം ജപിച്ച് അല്ലെങ്കിൽ നാരായണ മന്ത്രം ജപിച്ച് അവരവരുടെ വിശ്വാസപ്രകാരം പ്രാർത്ഥിച്ച് ഉറങ്ങേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ചില അനുഭവങ്ങൾ വന്നേക്കാം. ഉദ്യോഗം അന്വേഷിക്കുന്നവർക്കും അതുപോലെ ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം അനുകൂലമായിട്ടാണ് കാണുന്നത്. അടുത്തായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരുട്ടാതി, മുക്കാല്. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ശകാരങ്ങൾ കേൾക്കുവാനും മേലധികാരികളിൽ നിന്ന് അപ്രീതികരമായ വിമർശനങ്ങളുണ്ടാകാനുമൊക്കെ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ചൊക്കെ മുൻപോട്ട് പോവുക. ഇന്നത്തെ ദിവസം യാത്രയിൽ ചില തടസ്സങ്ങളുണ്ടാകുവാനും 7.5 ശനിയുടെ പോക്കായതുകൊണ്ട് വീഴ്ച ഒടിവച്ചതവ് സംഭവിക്കുവാനും കാലിന് ക്ഷതമേക്കുവാനും ഒക്കെ സാധ്യതയുണ്ട്. സ്പ്രെയിൻ വരുവാനോ ലിഗമെൻറ്റ് ഫ്രാക്ചറിനോ ഒക്കെ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് സ്പോർട്സുകാർ ശ്രദ്ധിക്കുക, അവർക്ക് ഇതിന് സാധ്യത കൂടുതലാണ്. വീട്ടമ്മമാർ വളരെയധികം ശ്രദ്ധിക്കുക. ഗൃഹോപകരണങ്ങളിൽ നിന്ന് ക്ഷതമേക്കുവാനും കാലിൽ ഭാരമുള്ള വസ്തുക്കൾ വീഴുവാനും ഒക്കെ സാധ്യത കാണുന്നുണ്ട്. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരുട്ടാതി, കാല, ഉത്തിട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ നല്ല അനുഭവങ്ങൾ ഉണ്ടാകുമെങ്കിലും ആരോഗ്യസ്ഥിതിയിൽ ചില മാറ്റങ്ങൾ വരുന്നു. വൈറ്റമിൻ ഡെഫിഷ്യൻസി മൂലമുണ്ടാകുന്ന അസുഖം, അതേപോലെ മിനറൽ ഡെഫിഷ്യൻസി മൂലമുണ്ടാകുന്ന സോഡിയം കുറയൽ പോലെയൊക്കെയുള്ള അസുഖങ്ങൾ അഭിമുഖീകരിക്കാനായിട്ട് സാധ്യതയുണ്ട്.
ഏത് പ്രായക്കാർക്കും ഇത് പ്രതീക്ഷിക്കാവുന്നതാണ്. ബ്ലഡ് പ്രഷർ ഉള്ളവർക്ക് അത് അധികരിക്കുവാൻ സാധ്യതയുള്ള ദിവസമായിരിക്കും. ഷുഗർ തുടങ്ങിയ കാര്യങ്ങളുള്ളവർ ഗുളിക കഴിക്കാനോ ഒക്കെ മറക്കുന്നതുകൊണ്ട്, ആഹാരത്തിലെ ചിട്ടയൊക്കെ മറക്കുന്നതുകൊണ്ട് ഹൈപ്പോഗ്ലൈസിമിയ പോലെയുള്ള അസുഖങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൃത്യമായി ഓർമ്മയോടുകൂടി മരുന്ന് കഴിക്കുകയും ആഹാരത്തിൽ നിയന്ത്രണം പാലിക്കുകയൊക്കെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അനുകൂലമായ ദിവസമായിരിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ല ഒരു ദിവസമായിരിക്കും ഇന്ന്. പുതിയ വാഹനങ്ങൾ അല്ലെങ്കിൽ പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങുവാനും മനസ്സിന് സന്തോഷം പകരുവാനും ഒക്കെ സാധ്യതയുണ്ട്. അതേപോലെ കൂടെയുള്ളവരെ സഹായിക്കുവാനും ഒക്കെ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. പങ്കാളിക്ക് ഏറ്റവും നല്ല സമ്മാനം കൊടുക്കുവാനോ അല്ലെങ്കിൽ പങ്കാളിയുമായി നല്ല നിമിഷങ്ങൾ പങ്കുവയ്ക്കാനും ഒക്കെ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. എല്ലാ തരത്തിലും ഈശ്വരാധീനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഈശ്വരാധീനമുള്ള ഒരു ദിവസമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് നാളെ വീണ്ടും കാണാം. അതുവരെ നമസ്കാരം.